ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹാപ്പി ലൈഫ് വിത്ത് ശ്രീ. അപ്പം നമ്മൾ ഇന്നിവിടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കൊണ്ടുപോകാം. കുറച്ച് നേരമുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നമ്മൾ പപ്പടം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പടം ഇതുപോലെ ഒന്ന് ചെറുതായി ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരു പപ്പടത്തിൻ്റെ ഈ ഒരു വറവുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ ഈസിയാണ് കേട്ടോ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ പപ്പടം ഇട്ട് കൊടുത്തു. ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ട് പകുതി ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ട് ബാക്കിയുള്ള പപ്പടവും കൂടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ ചീനച്ചട്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പപ്പടം. പണ്ട് കാലത്തൊക്കെ അമ്മൂമ്മമാരൊക്കെ ഇതുപോലെയൊക്കെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലൊരു പപ്പടം വെച്ചിട്ടുണ്ടാക്കിയൊരു പപ്പടത്തിൻ്റെ ഒരു വറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോറിനാനായിട്ട് വേറെ കറിയുടെ ഒരു ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചായയൊക്കെ കഴിക്കുമ്പോൾ ചായയുടെ കൂടെയൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് ഒരു നേരം പോക്കിന് ചായയൊക്കെ കഴിക്കുമ്പോൾ ചായയുടെ കൂടെ കഴിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ പപ്പടമൊക്കെ വറുത്ത് കോരി മാറ്റി. ഇനി ആ എണ്ണ ഒരു ബാക്കി കുറച്ചുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ചധികം വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എരിവ് നിങ്ങൾക്ക് എന്തോരം വേണമെന്നനുസരിച്ച് എരിവ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച മുളക് പൊടി, ഉണക്കമുളക് മേടിച്ച് ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ചാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മുടെ പപ്പടം വറുത്തത് ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് ഇളക്കി അതിൻ്റെ എരിവും എല്ലാ ഭാഗത്തേക്കും ചെല്ലാൻ പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പടം വച്ചുണ്ടാക്കിയ അടിപൊളി സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറിനാട്ടാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായി. അതുവരെയ്ക്കും ബൈ.